Meet the editors. സ്മൃതി, ഇന്നലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ലാത്തിയെടുത്ത് വീശുന്ന ദൃശ്യമുണ്ട്. അത് ഇന്ന് നമ്മൾ തന്നെയാണ് ആദ്യം സംപ്രേഷണം ചെയ്തത്. ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറാണ് ആദ്യം കൊടുക്കുന്നത്. ഇതടക്കം നമ്മൾ കൃത്യമായും അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ സംഘർഷ രംഗത്തേക്ക് വരുന്ന ചില കോൺഗ്രസ് പ്രവർത്തകരിൽ കോൺഗ്രസ് ഗുണ്ടകൾ എന്ന് തന്നെ പറയാവുന്ന ചില ആളുകൾ നമ്മുടെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നത്. ഇവരുടെ മേലെങ്കും ഒരു നിയന്ത്രണവും കോൺഗ്രസ് നേതൃത്വത്തിനില്ലേ? നിയന്ത്രണം നഷ്ടപ്പെട്ടോ? നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസിനും അതുപോലെ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കും അവരെ നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു സംഘം നേതാക്കൾക്കും ചില ഘട്ടങ്ങളിലൊക്കെ ആ നിയന്ത്രണം നടപ്പാകുന്നുമുണ്ട്. നമ്മളത് കൃത്യമായി പറഞ്ഞു പോകണം. കാരണം ഇന്നലെ ഞാൻ 7 മണി ഡിബേറ്റ് അവസാനിക്കാറാകുമ്പോഴാണ് ഈ സംഭവം തുടങ്ങുന്നത്. അപ്പോൾ 8 മണിക്ക് തുടക്കത്തിൽ അത് എടുക്കാമെന്ന് പറയുന്നു. തുടക്കത്തിൽ ആ സംഘർഷ സാഹചര്യത്തിലേക്ക് നമ്മൾ ലൈവ് പോകുന്നു. മീറ്റ് ദ എഡിറ്റേഴ്സ് നമ്മൾ വേണ്ട എന്ന് വെച്ചു. നമ്മൾ തുടർച്ചയായ വാർത്തയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടുത്തെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർച്ചയായി അവിടെ പോലീസിൻ്റെ വലിയൊരു സംഘം നിൽക്കുന്നതും ഒരു പ്രവർത്തകരുടെ വലിയ പ്രകടനം, രാത്രിയാണ് ദൃശ്യങ്ങൾ നടക്കുന്നു. ഗ്രനേഡ് പ്രയോഗിച്ചതിൻ്റെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഷാഫി പറമ്പിൽ മൂക്കിന് ചോര പൊടിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഷാഫി പറമ്പിൽ അതോടൊപ്പം DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും പോലീസിനോട് കയർത്ത് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പോലീസ് എന്തോ മറുപടി പറയുന്നുണ്ട്. അത് ശബ്ദം അത്ര വ്യക്തമല്ല. പക്ഷേ പിന്നീട് ഷാഫി ആ ചോര ഒലിപ്പിച്ചുകൊണ്ട് തന്നെ ബൈറ്റ് തരുന്നുണ്ട്. ഷാഫി പറയുന്നു, ഈ ഈ അയ്യപ്പൻ്റെ പാളി ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അത് സമ്മതിക്കില്ല എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു. ഇത്രയും കഴിഞ്ഞ ശേഷം ഷാഫിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ സംഭവത്തിനോട് പ്രതിഷേധിച്ചുകൊണ്ട് പലയിടത്തും കോൺഗ്രസിൻ്റെ പ്രകടനങ്ങൾ തിരുവനന്തപുരത്ത് അടക്കം നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം അത് തുറന്നിട്ടുണ്ട്? 9 മണിയൊക്കെ ആയപ്പോഴേക്കാണ് ആ പ്രതിഷേധം തുടങ്ങുന്നത്. അതൊക്കെ നമ്മൾ തത്സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് കുഴപ്പം കാണിച്ചത് നമുക്ക് കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണോ നമ്മൾ കാണുന്നത് അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ പോലീസ് പറയുന്നുണ്ട് പോലീസ് ആക്രമിച്ചിട്ടില്ല, പോലീസ് ലാത്തി വീശിട്ടില്ല. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുമില്ല. ഇന്നലെ ആ ദൃശ്യങ്ങളില്ല. ഇന്ന് രാവിലെയും നമ്മൾ ആ വാർത്ത കൊടുക്കുന്നു. ഇന്ന് പ്രതിഷേധങ്ങൾ പ്ലാൻ ചെയ്യുന്നു. വിവിധ നേതാക്കൾ പ്രതികരിക്കുന്നു. ഇന്നലെ രമേശ് ചെന്നിത്തല അടക്കം പ്രതികരിച്ചില്ല നമ്മളോട്. ഇന്ന് പ്രതികരിക്കുന്നു. ഇന്നും പ്രതിഷേധ പ്രകടനങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ വാർത്തകൾ രാവിലെ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. മോർണിംഗ് ഷോ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ സംഭവം. അതായത് പോലീസ് ലാത്തി വീശി ഷാഫി പറമ്പിൽ എന്ന MP അറിഞ്ഞുകൊണ്ട് തന്നെ ഷാഫിയുടെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുന്നു. നമ്മൾ അതിലേക്ക് പോകുന്നു. നമ്മൾ കൊടുക്കുന്ന വാർത്ത പോലീസിൻ്റെയും CPMൻ്റെയും വാദം പൊളിഞ്ഞു എന്നാണ്. പോലീസിന്റെ വാദം പൊളിയുന്നത് എങ്ങനെയാണ്? അവിടുത്തെ റൂറൽ SP പ്രതികരണം സാനിയോ എടുക്കുന്നുണ്ട്. ഫോണിലാണ് കിട്ടിയത്. ആ പ്രതികരണം പറഞ്ഞു, ഞങ്ങൾ ഗ്രനേഡ് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ, ഞങ്ങൾ ലാത്തി വീശിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ടിയർ ഗ്യാസ്. അപ്പോൾ ഗ്രനേഡാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. ടിയർ ഗ്യാസ് അല്ല, ഗ്രനേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ടിയർ ഗ്യാസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ സാനിയോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണോ? അപ്പോൾ സാനി പറയുകയാണ്, കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുണ്ടാകണമെന്നില്ല. കാരണം ലാത്തി വീശിയിട്ടുണ്ട്. കാരണം ആ ദൃശ്യങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാനിയോ കൃത്യമായി അവിടെ നടന്ന സംഭവങ്ങൾ പറയുന്നു. ഷാഫിക്ക് അടി കിട്ടിയിട്ടുണ്ട്, പോലീസ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. എവിടെയും ഈ പറയുന്ന കോൺഗ്രസ് അണികൾക്ക് പ്രകോപനം ഉണ്ടാക്കേണ്ട ഒരു വിഷയമില്ല. ഇനി മറിച്ചാണെങ്കിൽ എന്താണ്? മറിച്ച് നമ്മൾ കണ്ടതാണല്ലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. മറിച്ചാണെങ്കിൽ എന്താണ്? മറിച്ചാണെങ്കിൽ നമ്മളെ ആക്രമിക്കുമോ? അതല്ലല്ലോ രീതി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? KC വേണുഗോപാലിനെ പോലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടിക്ക് താഴെ, മൂക്കിന് താഴെയാണ് നമ്മൾ എന്താണ് ആൾക്കൂട്ടാക്രമണമാണ് കാണുന്നത്. അഭിലാഷിന് ചുറ്റും ഒരു സംഘം വളഞ്ഞു നിൽക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുക. റിപ്പോർട്ട് ചെയ്യാൻ എന്തും സംഭവിക്കാം. ആ ആൾക്കൂട്ടത്തിന് എന്തും ചെയ്യാനുള്ള ഒരു ആലോചനയുണ്ട്. അക്രമ സ്വഭാവത്തിൽ അവിടെ നിൽക്കുകയാണ്. സാനിയോ എങ്ങനെയാണ്? സാനിയുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഫോൺ, മാധ്യമപ്രവർത്തക അവരുടെ ഫോൺ നോക്കിക്കൊണ്ട് അവരെന്താണ് ടൈപ്പ് ചെയ്യുന്നത് നോക്കുന്നു. നിങ്ങൾ വാർത്ത കൊടുക്കണ്ടെന്ന് പറയുന്നു. ഫോൺ പിടിച്ചു വലിക്കുന്നു. അസഭ്യം പറയുന്നു. ഒരു ആൾക്കൂട്ടം ചെയ്യുന്നതാണ് ഒരു സ്ത്രീയോട്, ഒരു മാധ്യമപ്രവർത്തകയോട്. നമ്മൾ ഇന്ന് എന്താണ് മറ്റൊരു വാർത്ത വായിച്ചത്? താലിബാൻ വനിതാ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണമാണ്. എന്താണ് ചെയ്യുന്നത്? വനിതകൾക്ക് എന്തുകൊണ്ട് അവിടെ പ്രവേശനമില്ല? ഇവിടെ വനിതാ മാധ്യമപ്രവർത്തകരെ അതേ പാർട്ടിയുടെ അണികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ്. എന്ത് മോശമാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട DCC പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചു, വളരെ വ്യക്തമായി പ്രതികരിച്ചു. DCC പ്രസിഡന്റ് പറഞ്ഞു അത് അപലപിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹം കണ്ടിട്ടില്ല, അത് പാടില്ലാത്തായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ചില നേതാക്കൾ എന്നാണ് പറയുന്നത്, അങ്ങനെ ചെയ്യില്ല എന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ല. നമ്മൾ രാവിലെ മുതൽ കൊടുക്കുന്ന വാർത്ത, ഇന്നലെ മുതൽ കൊടുക്കുന്ന വാർത്ത കാണാതെ ഇതിനെ ന്യായീകരിക്കുന്ന ചില നേതാക്കളും ടെലിഫോണിൽ വന്നിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് റിപ്പോർട്ടർ ചാനലിനെതിരെയല്ല കേട്ടോ. ഈ സൈബർ അണികൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അണികളല്ല കേട്ടോ, ചില നേതാക്കളുടെ അണികളാണ്.
ഈ അണികൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമില്ല. ഇവർ വിയർത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. ഇത് ചില നേതാക്കൾക്ക് വേണ്ടി ഒരുപക്ഷെ പൈസ വാങ്ങിയിട്ടാകാം, അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാകാം, അതല്ലെങ്കിൽ ഇങ്ങനെ അക്രമ സ്വഭാവത്തിലൂടെ ആകാം. അങ്ങനെ നടക്കുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിൻ്റെ മുഖമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതേ സംഘമാണല്ലോ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ വി ഡി സതീശനെതിരെ തിരിഞ്ഞത്. വി ഡി സതീശനെതിരെ മോശം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്രമണം നടത്തിയപ്പോൾ ഇവർ അണികളല്ല. ഇവരെ കണ്ടുപിടിക്കുകയും ഇവരെ എടുത്ത് പുറത്തേക്ക് കളയുകയും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് ഇത് നല്ല ലക്ഷണമല്ല. കാരണം കോൺഗ്രസിന് മാത്രമല്ല കേട്ടോ, CPM-ലും ഉണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തകർ. പക്ഷേ മാധ്യമപ്രവർത്തകരെ ഈ രീതിയിൽ ആക്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല, ഈ സമയത്ത് കണ്ടിട്ടില്ല. സൈബർ ആക്രമണം നല്ലോണമുണ്ട്. തെരുവിൽ ആക്രമിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. പോലീസിന് എന്തും ചെയ്യാവുന്നൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. നുണ പറഞ്ഞുകൊണ്ട് ഈ ഭരണപക്ഷം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസുകാരാണ്. ഇപ്പുറത്ത് അണികളെ നിയന്ത്രിക്കാൻ പറ്റാത്ത കോൺഗ്രസ് നേതൃത്വമാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അവരുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനാണല്ലോ പോയത്. KC വേണുഗോപാൽ പ്രതികരിക്കണം. KC വേണുഗോപാലിൻ്റെ അവിടുത്തെ പ്രസംഗം പോലീസിനെതിരെയായിരുന്നു. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ആ പോലീസുകാർ ആ സ്ഥാനത്തുണ്ടാകില്ല എന്ന് പറയുന്നു. അദ്ദേഹം ആ സമയത്ത് അത് കണ്ടിട്ടുണ്ടാകില്ല. ഇപ്പോൾ ഇതിനകം അറിഞ്ഞു കാണുമല്ലോ, പ്രതികരിക്കേണ്ടതുണ്ട്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വേണം, ഞങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം സ്വതന്ത്രമായി നടത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കണം. അതിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒന്നടങ്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഗുണ്ടായിസം നടത്തി മാധ്യമ പ്രവർത്തനത്തെ തടയാനാകില്ല. കോൺഗ്രസിലെ അണികളുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടോ? എന്താണ് പേരാമ്പ്രയിൽ സംഭവിച്ചത്? മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശത്തെ കോൺഗ്രസ് മാനിക്കുന്നില്ലേ? നിയന്ത്രണം നഷ്ടപ്പെട്ടോ എന്നാണ് ചോദ്യം. ജിമ്മി. ഒറ്റനോട്ടത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഒരു കാളികൂളി സംഘം ഇന്ന് ആക്രമണം നടത്തുകയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഞാൻ കാണുന്നത് ഇത് റിപ്പോർട്ടർ TVക്കെതിരായ ഒരു ഹിറ്റ് ജോബാണ്. പെട്ടെന്ന് ഒരു ദിവസം റിപ്പോർട്ടർ TV കാണുമ്പോൾ ആൾക്കൂട്ടത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് എവിടുന്നാണ് തുടങ്ങുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു ശബ്ദരേഖ നമ്മൾ പുറത്തുവിട്ടത് മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതാണ് ഇതിൻ്റെ തുടക്കം. അവിടെ നിന്ന് ആ വാർത്ത പുറത്തുവിട്ടപ്പോൾ കോൺഗ്രസിനോ കോൺഗ്രസിലെ ചില ഗ്രൂപ്പുകൾക്കോ ഉണ്ടായ ഒരു വലിയ നഷ്ടം, അതിന് കണക്ക് തീർക്കാനായി കാത്തുകെട്ടിക്കിടക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ്, അവരുടെ സൈബർ ആക്രമണങ്ങൾ കുറേ നമ്മൾ കണ്ടു. നമ്മളതിന് കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റ് പല രീതിയിലും എങ്ങനെയാണ് നമ്മളെ വളഞ്ഞതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതാ കായികമായും ആക്രമിക്കുന്നു. എവിടെ കണ്ടാലും അടിക്കുക എന്ന ഒരു നിർദ്ദേശം വന്നതുപോലെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാതെ ഇന്ന് രാവിലെ എന്തെങ്കിലും സംഭവം ഉണ്ടായി അതിൻ്റെ പേരിൽ പോലീസിനെതിരെ പ്രതിഷേധിച്ച് കൺട്രോൾ പോയി നിൽക്കുന്ന ജനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ആക്രമിച്ചൊന്നുമല്ല. റിപ്പോർട്ടർ TVയെ തെരഞ്ഞു പിടിച്ചാണ് ആക്രമിച്ചത്. അവിടെ വേറെ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നല്ലോ, ഒരാളെയും തൊട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് വിഷയം. ശരി, കോൺഗ്രസിന് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ, കോൺഗ്രസ് നേതാക്കൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ കാണാം. റിപ്പോർട്ടിങ്ങിന് ഇനിയും ഉണ്ടാകും, കോൺഗ്രസിൻ്റെ പരിപാടികൾ നമ്മൾ ഇനിയും പോവുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഷാഫി പറമ്പലിന് എതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഷാഫി പറമ്പലിനെ ആക്രമണം നടത്തിയത് ശരിയല്ലെന്നും കേട്ടപ്പോൾ തന്നെ ഇതിനകത്ത് ഏകപക്ഷീയമായ ആക്രമണമാണ് ഷാഫി പറമ്പലിനെതിരെ ഉണ്ടായതെന്നും ആദ്യമായി ബോധ്യപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരു സംഘമാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ച CP നേതാക്കളോട് നമ്മൾ ചോദിച്ചത്. അപ്പോൾ തന്നെ ഇന്ന് കോൺഗ്രസ്സുകാർ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച 2 മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, അവർ തന്നെയാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ ആദ്യ സൂചന നൽകിയവരാണ് അഭിലാഷും അതുപോലെ തന്നെ സാനിയോയും. അവരാണ് ഇന്ന് രാവിലെ ഷാഫി പറമ്പലിനെതിരെയുള്ള പോലീസിൻ്റെ ആക്രമണം ഏകപക്ഷീയമായിരുന്നെന്നും ഈ വലിയ തർക്കം നടക്കുന്നതിനിടയിൽ ഒരു ലാത്തി വളരെ കൃത്യമായി അയാളുടെ തലയ്ക്ക് നേരെ വരുന്നതെന്നും ഒരു തവണയല്ല 3 തവണ എന്നും റിപ്പോർട്ട് ചെയ്ത് അതേ ആളുകളെ തന്നെയാണ് തല്ലിയത് കേട്ടോ. അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇത്. വളരെ ആലോചിച്ചുറപ്പിച്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഈ സംഭവം നടന്നതിന് ശേഷം ഒരു കാരണവശാലും സർക്കാരിനെയോ പോലീസിനെയോ ആരെങ്കിലും ന്യായീകരിക്കുന്ന ഒരു നിലപാടും അത് റിപ്പോർട്ടർ TV എന്നല്ല ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് മാധ്യമപ്രവർത്തനം. കോൺഗ്രസ്സുകാർക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞു തരാം. അങ്ങനെയാണ് മാധ്യമപ്രവർത്തനം. ഇനി നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു എന്നതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് മാറ്റാനും പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ കേരളത്തിൽ മാധ്യമപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നുള്ളത് ഇത് ഇന്ന് തുടങ്ങിയതല്ല. നമ്മൾ ശബരിമല സ്ത്രീ പ്രവേശ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കേരളം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് കണ്ടത്. ഇന്ന് ചില നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞു അത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അന്ന് അതുപോലും ഉണ്ടായില്ല. ഒരാളും നന്നായിപ്പോയി എന്നാണ് പറഞ്ഞത്. CPMൻ്റെ ഭാഗത്തുനിന്നും ഇതുപോലെ തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് പ്രശ്നം? കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ, അതിപ്പോൾ ഒരു റിപ്പോർട്ടർ വാർത്ത ചെയ്തു എന്നുള്ളതല്ല, ഒരു റിപ്പോർട്ടർ വാർത്ത ചെയ്താൽ അയാളുടെ മുഴുവൻ സംഘത്തെയും അയാളുടെ കമ്പനിയെയും അയാളുടെ പ്രസ്ഥാനത്തെയും ആക്രമിക്കുക എന്നുള്ളത് ഒരു പുതിയ നോർമലായി മാറിയിട്ടുണ്ട്. അതിൻ്റെ പല സംഭവ വികാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ചാനലിലെ ഒരു പ്രത്യേക പത്രത്തെ ആക്രമിക്കണമെന്ന് തോന്നും, മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേറെ ആളുകളെ ആക്രമിക്കണമെന്ന് തോന്നും. ഇങ്ങനെ ആളുകളെ കള്ളിയിൽ തിരിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഫോട്ടോഗ്രാഫർമാർക്ക് അടി കിട്ടും, നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശാഭിമാനി ഫോട്ടോഗ്രാഫറെ തെരഞ്ഞുപിടിച്ച് അടിച്ച പല സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് തിരുവനന്തപുരത്ത്. അതേസമയം കണ്ണൂരിൽ ഒരു വലിയ ആക്രമണം ഉണ്ടായാൽ പോലും, ഇതിപ്പോൾ BJP കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലും ദേശാഭിമാനിയുടെ ഒരു ഫോട്ടോഗ്രാഫർക്ക് സുഗമമായി പോകാമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാരണം അയാൾ മാധ്യമപ്രവർത്തകനാണ്, അയാൾക്ക് ആ ജോലി ചെയ്യാൻ അനുവദിക്കണം എന്നൊരു പൊതുബോധമുണ്ടായിരുന്നു. ഇന്ന് ആ സാധനമില്ല. അവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. അത് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ബാധകവുമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതിനൊരു രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്തോ എന്ന ഒരു നിർദ്ദേശം കൊടുത്തതുപോലെയാണ് നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി. അതാണ് കേരളത്തിലെ രീതി. മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുക എന്നുള്ളത് അത് കുഴപ്പമില്ല, 2 എണ്ണം കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ, ഒരു കോൺഗ്രസിൻ്റെ മാത്രമല്ല, CPM-ൻ്റെ മാത്രമല്ല, BJP-യുടെ മാത്രമല്ല, എല്ലാവരുടെയും മനസ്സിലെ രീതി അതാണ്. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നിഷ്പക്ഷമായി ഒരു സ്ഥലത്തേക്ക് പോകാൻ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടേക്ക് വരാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മാധ്യമപ്രവർത്തകരെ മാത്രമേ നിങ്ങൾ അങ്ങോട്ട് കയറ്റൂ. 2 കൂട്ടരും അങ്ങനെ വന്നാൽ, അവർ മാത്രം റിപ്പോർട്ട് ചെയ്താൽ ആ വാർത്ത ആര് വിശ്വസിക്കും? ഈ എതിർപക്ഷത്തെയും കൂടെ, നിങ്ങൾ വിചാരിക്കുന്ന എതിർപക്ഷത്തെ കൂടെ അങ്ങോട്ടൊന്ന് കയറ്റി വിട്ട് അവരും കൂടെ കാര്യങ്ങൾ അറിയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ചുരുക്കത്തിൽ വാർത്തകൾ കള്ളിതിരിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ അണികൾ, ഇപ്പുറത്ത് വേറെ പാർട്ടി, വേറെ അണികൾ, വേറെ രാഷ്ട്രീയ പ്രവർത്തകർ, ഇങ്ങനെ കള്ളിതിരിക്കാനാണ് പരിപാടി. അത് ജനാധിപത്യത്തിന് വളരെ വലിയ ദോഷം ചെയ്യുന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായോ എന്തോ അതറിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെയാണെങ്കിലും, ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും ഇന്നലെ ഷാഫി പറമ്പിലിനെതിരെ നടന്ന ആക്രമണം പോലീസ് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നലെ മുതൽ CPM നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഷാഫി പറമ്പലിൻ്റെ ഷോ ആയിരുന്നു. അത് ഇന്നും ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട CPM നേതാവ് നമ്മുടെ ഷോയിൽ നിന്ന് പറയുന്നത് കേട്ടു, ഒരു വെള്ള തുണി വരുന്നു, ആ വെള്ള തുണി മുഖത്തേക്ക് ഒന്ന് തൂത്ത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഷാഫിയുടെ മുഖത്ത് മുഴുവൻ, ദേഹത്ത് മുഴുവൻ രക്തം വന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സാർ ഹോസ്പിറ്റലിൽ അയാൾക്ക് സർജറി നടത്തിയത്? അതും തട്ടിപ്പാണോ? ഇനിയിപ്പം ഹോസ്പിറ്റലുകാരെയും പറ്റിച്ചോ? അങ്ങനെയൊന്നും നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ലല്ലോ. ഏകപക്ഷീയമായ ആക്രമണമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളാണ്. ഞങ്ങൾ പ്രകടനം നടത്തി, ആ പ്രകടനത്തിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞുപോയി, പിന്നെ പോലീസും കോൺഗ്രസിൻ്റെ ആളുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ പോലീസ് എന്താ ഇവരെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പ്രകടനം നടത്താൻ അനുവദിക്കാത്തത്? അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? അപ്പോൾ അപ്പുറത്തെ UDF-കാരും CPM-കാരും നിരന്നിപ്പുണ്ടാവണം. ഇനി അല്ലെങ്കിൽ ഇപ്പോൾ സജീഷാണെന്ന് തോന്നുന്നു, SK സജീഷാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. സജീഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ CPM-ൻ്റെ ആളുകളെല്ലാം പിരിഞ്ഞുപോയി. അപ്പോൾ പിന്നെ കോൺഗ്രസ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ബോധപൂർവം ഇവർ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ജാഥ നടത്തണ്ട എന്നങ്ങ് തീരുമാനിച്ചതാണ്. ശരി, അതും നമുക്ക് തൽക്കാലം ഒരു സംഘർഷം ഉണ്ടാകും എന്ന് വിചാരിച്ച് പോലീസ് അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതി ആ സ്ഥലത്തേക്ക് വരികയാണ്, അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുകയാണ്, വന്ന അധികം സമയമാകുന്നില്ല. അപ്പോഴേക്കും ഒരു പ്രകോപനത്തിൻ്റെ സാധ്യത പോലുമില്ല. ലാത്തി ചാർജ് തുടങ്ങിയിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഇവരുടെ ഭാഗത്തുനിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അടിയുണ്ടതായി നമ്മൾ അറിയുന്നില്ല. ചെറിയ ഉന്തുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ലാത്തി വരുന്നത്. ലാത്തി കൃത്യം തലയ്ക്കാണ്. ഇത് ആകസ്മികമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഷാഫി പറമ്പിലെ ഷോ ആണെന്ന് ഇതിനെ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ വേറെ കുറേ ഷോ കൂടി CPM-കാരുടെ ഓർമ്മയ്ക്കായിട്ട് പറയാം. തിരുവനന്തപുരത്ത് SFIയുടെ സമരം നടക്കുമ്പോൾ, വളരെ വലിയ തെരുവ് യുദ്ധം നടന്ന് അവസാനം യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് SFIക്കാർ നിൽക്കുമ്പോൾ, കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ നേതാക്കൾ വരും. കോടിയേരി ബാലകൃഷ്ണൻ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, തോമസ് ഐസക് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പിണറായി വിജയൻ വന്നത് കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരും. നേതാക്കൾ വന്നാൽ ആ തെരുവ് യുദ്ധം അവിടെ അവസാനിക്കുകയും പോലീസും സംയമനമാവുകയും ആ വിഷയം അവിടെ തീരുകയുമാണ്. ഒരു ജനപ്രതിനിധി പക്ഷേ ഇപ്പോൾ വരുമ്പോൾ പോലീസിനത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു ജനപ്രതിനിധി, അതൊരു MP ആണ്. നിങ്ങളുടെ സർക്കാരിൻ്റെ കൂടെയല്ലാത്ത ഒരു MP എന്നതുകൊണ്ട് മാത്രം അയാൾക്കെതിരെ ഇങ്ങനെ ഒരു അതിക്രമം നടത്താമോ? ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോയി എന്ന് പറയണ്ട. പക്ഷേ അയാളുടെ ഷോയാണെന്ന് പറയുകയും അയാൾ തോർത്തിൽ മഷിക്കുപ്പി കൊണ്ടുവന്ന് മഷി തേച്ചിട്ട് മുഖത്ത് എല്ലാം കൂടെ വാരി തേച്ചതാണെന്ന് പറയുന്നത് എന്ത് തരം മര്യാദയാണ്? എന്ത് തരം രാഷ്ട്രീയ രീതിയാണ്? ഷാഫി പറമ്പിൽ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. മൂക്കിന് 2 ഇടത്ത് പൊട്ടലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാര്യത്തിൽ ഞാൻ പോലീസിനൊപ്പവുമില്ല. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് അവിടെ നടത്തിയ കാളികൂളി സംഘത്തിൻ്റെ എന്താ പറയുക, ആ ഷോയ്ക്കൊപ്പവും ഞാനില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, പോലീസ് എങ്ങനെയാണോ കോൺഗ്രസിനെ വേട്ടയാടുന്നത്, ഇന്നത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ പറയുകയാണ്, അതിനേക്കാളും രൂക്ഷമാണ് മാധ്യമപ്രവർത്തകരെ
പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമപ്രവർത്തകരെ വഴിയിൽ കിട്ടിയാൽ തല്ലണം എന്ന ഒരു നിർദ്ദേശം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ടോ എന്നാണ് ചോദ്യം. 3 കാര്യങ്ങൾ പറയണം. അതിൽ ആദ്യത്തേത് തീർച്ചയായിട്ടും പോലീസിൻ്റെ നടപടി അപലപിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഈ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ മുതൽ നമ്മളും തിരയുന്നുണ്ടായിരുന്നു, ആ ദൃശ്യങ്ങളുണ്ടോ, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അടി വരുന്നതിന് ദൃശ്യങ്ങളുണ്ടോ. ഇന്നലെ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ച ചിത്രം എന്ന് പറയുന്നത് ഈ അടിയില്ലാത്ത ചിത്രമാണ്. അത് മാത്രം കട്ട് ചെയ്തെടുത്താണ് പ്രചരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അടി കിട്ടിയിട്ടുണ്ടെന്നോ അടി കിട്ടിയിട്ടില്ലെന്നോ എന്ന് നമുക്ക് തെളിയിച്ചൊരു ദൃശ്യം സഹിതം പറയാൻ ഇന്നലെ നമുക്ക് കഴിഞ്ഞിരുന്നില്ല, ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ആ വാർത്ത ആദ്യം റിപ്പോർട്ടർ TV-യാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പോലീസ് മർദ്ദിച്ചതിന് തെളിവുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബാറ്റണാണ്, ആ ഒരു ബാറ്റൺ വന്നിട്ട് തലയ്ക്ക് മുകളിലേക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിന്ന് പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടർ TV, ആ ദൃശ്യങ്ങൾ സംഘടിപ്പിച്ചു തന്ന മാധ്യമപ്രവർത്തകരെ, അത് തെളിയിച്ചതിൻ്റെ ആനുകൂല്യമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെ മർദ്ദിക്കുന്നതിൻ്റെ വിചിത്രമായ കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസുകാർക്ക് അറിയാവുന്നതല്ലേ, ഇത്തരത്തിലൊരു ജനപ്രതിനിധി, നിങ്ങളുടെ മുന്നിൽ ഇനി ജനപ്രതിനിധി വേണമെന്നില്ല, നിങ്ങളുടെ മുന്നിൽ ഏതൊരു പൗരനും വന്ന് നിന്നാലും അയാളെ നിയന്ത്രിക്കാൻ നിങ്ങൾ പരമാവധി പെർസുവേഷനാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോവുക എന്നുള്ളത് പോലീസ് മാനുവലിൻ്റെ 7ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ ഭാഗം ഒന്ന് എടുത്ത് വെച്ച് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ എപ്പോഴാണ് വയലൻസ് ഉപയോഗിക്കേണ്ടത്? വയലൻസ് ഉപയോഗിക്കേണ്ടത് ഇന്നെവിറ്റബിൾ ആവുന്ന സാഹചര്യങ്ങളിൽ, വയലൻസ് എന്നല്ല പറയുന്നത്, ഫോഴ്സ്. ആ ഫോഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരു വഴിയും ഇല്ലാതെ വരുന്ന സമയത്ത് മിനിമം ഫോഴ്സാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്, മറ്റൊന്നും വരാതെ വരുമ്പോൾ. അതിന് കൃത്യമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ലാത്തി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ടക്കിട്ടടിക്കാനല്ല, മുട്ടിന് താഴെ മാത്രമേ നിങ്ങൾ അവരെ ഏതെങ്കിലും തരത്തിൽ മർദ്ദിക്കാൻ പാടുള്ളൂ. പക്ഷെ നോക്കൂ, നിങ്ങൾ ലാത്തി ചാർജിൻ്റെ എല്ലാ ദൃശ്യങ്ങളും, അത് CPM ഭരിക്കുമ്പോഴാണെങ്കിലും ശരി, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെങ്കിലും ശരി, വരുന്നത് തലയ്ക്ക് മണ്ടക്കിട്ടിടിക്കുന്നതാണ്. എല്ലാ ലാത്തി ചാർജിലും തലപൊട്ടുന്ന കുട്ടികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാറുള്ളത്, സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധം നടത്തുന്ന സാഹചര്യത്തിലും. ഇന്നലെയും അതേ രീതിയിലല്ലേ? പക്ഷേ ഇന്നലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ തർക്കമുണ്ടാവുന്നു, പോലീസും ഷാഫി പറമ്പിലും തമ്മിലാണ് തർക്കം, അത് ആ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അവിടെ നടന്ന സംഘർഷം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമേ ആയിരുന്നില്ല. പട്ടാമ്പിയിലെ CG കോളേജിൽ നടന്ന ഒരു യൂണിയൻ തിരഞ്ഞെടുപ്പ്, UDSFലെ വിദ്യാർത്ഥികൾ വിജയിച്ചതിൻ്റെ പ്രകടനം നടത്തുന്നു. അതിനെ തുടർന്ന് അവിടെ ആ പ്രകടനത്തിൽ CPM LDF സംഘർഷം ഉണ്ടാവുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന് അവിടെ പരിക്കേറ്റു എന്ന് പറയുന്നു. അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല ഉഷാറായി അതിനുശേഷം വീണ്ടും അവിടെ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് UDF വരികയാണ്. ആദ്യം UDFൻ്റെ വിജയാഹ്ലാദം, LDFൻ്റെ പ്രതിഷേധ പ്രകടനം, അതിന് തിരിച്ച് വീണ്ടും UDFൻ്റെ പ്രതിഷേധ പ്രകടനം, ആ പ്രതിഷേധ പ്രകടനത്തിന് ബദലായിട്ട് LDFൻ്റെ പ്രതിഷേധ പ്രകടനം, അതാണ് അവിടെ നടന്നത്. ഇതിന് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടിത് വിദ്യാർത്ഥികളുടെ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇന്നിപ്പോൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 3, ഇക്കാര്യത്തിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. കാര്യം അവിടെ ഒരു ലാത്തി ചാർജിന് വേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇനി ഉണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല ചൂരൽ ഉപയോഗിക്കേണ്ടത്, അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് കാണാം, അതും ഒരാൾ അവിടെ നിന്ന് എത്തിയാണ് അടിക്കുന്നത് കേട്ടോ, തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആൾ പോലുമല്ല. അതിന് തൊട്ടു മുന്നിൽ 1-2 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിൽപ്പുണ്ട്. അവരുമായിട്ട് ഷാഫി സംസാരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഓങ്ങി അടിക്കുകയാണ്, തലയ്ക്ക് കൊള്ളാതെ മൂക്കിന് കൊള്ളുന്നു. മൂക്കിന് കൊണ്ടപ്പോൾ അത് വലിയ രീതിയിൽ പരിഹാസത്തിന് വിധേയമാവുന്നു, ട്രോളുകൾ ഇറങ്ങുന്നു. പക്ഷേ ഇന്നിപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് മൂക്കിന് 2 സർജറികൾ വേണ്ടി, മൈനസ് സർജറികൾ വേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൂക്കിൻ്റെ പാലത്തിനൊരു ഭാഗത്ത് ചെറിയ പൊട്ടലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് എത്ര വലുതോ ചെറുതോ ആയ പൊട്ടലോ ആവട്ടെ, ഇന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പോലീസിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയാത്ത സാഹചര്യമാണ്. അതാണ് അതിലെ വസ്തുത. ഇനി അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ യുക്തി എന്താണ്? അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ലെന്നേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നൊരു ധാരണ, റിപ്പോർട്ടർ TV വരുന്നതുവരെ എല്ലാം സർക്കാരിനെതിരമായി കൊടുക്കുന്ന, സർക്കാരിന് വിരുദ്ധമായി മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന, കേരള സർക്കാരിനെതിരെ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ടർ TV കൊണ്ടുവന്നതിന് ശേഷം സംഭവിച്ച കാര്യം എന്താ? നിങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ വരുന്ന വാർത്തകളും കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന വാർത്തകളും, ഇനി അധികാരത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന പാർട്ടിയുടെ ഈ വിഷയങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയും അതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പ്രതിപക്ഷവും ഓഡിറ്റ് ചെയ്യപ്പെടണം. ഭരണപക്ഷത്തിന് ഓഡിറ്റ് ചെയ്യപ്പെടാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളിലെ വസ്തുതകളും പൊള്ളത്തരങ്ങളും തുറന്നു കാട്ടുക എന്നതുകൂടി റിപ്പോർട്ടർ TV മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. അതിനകത്ത് എന്തിനാണ് ഇത്ര പൊള്ളുന്നത്?
അതൊരു പുതിയ രീതിയായിരുന്നു. അത് കേരളത്തിൽ നിങ്ങൾ ഇന്നേ വരെ പരിചയിച്ചിട്ടില്ലാത്ത രീതിയിൽ എന്തിനാണ് നിങ്ങൾ പ്രതിപക്ഷത്തെ കുറ്റം പറയുന്നത്? പ്രതിപക്ഷത്തെ മാത്രമല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഒരു CPM കൗൺസിലർ രാജിവെക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായി. ഞങ്ങളുടെ ക്യാമറയിലാണ് അയാളെ അഴിമതി മൂലം അയാളെ പിടിച്ചത്. പൈസ 5000 രൂപ ഞങ്ങളുടെ റിപ്പോർട്ടർ എണ്ണിക്കൊടുത്തത് ക്യാമറയിൽ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പകർത്തിയാണ് ആ CPMന്റെ കൗൺസിലർ രാജിവെപ്പിക്കുന്നത്. CPMന്റെ കൗൺസിലർ രാജിവെക്കുക മാത്രമല്ല, രാജി എഴുതി വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. എത്ര വാർത്തകൾ സർക്കാരുമായി ബന്ധപ്പെട്ട്, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട്, ആശുപത്രികളുമായി ബന്ധപ്പെട്ട്, പോലീസിൻ്റെ ഇതേ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കസ്റ്റഡി മർദ്ദനം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് TV അല്ലേ, ശുചിത്വമായി ബന്ധപ്പെട്ട വിഷയം റിപ്പോർട്ട് ചെയ്തത് ഇവിടെ ഇരുന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആഭ്യന്തര വകുപ്പ് ദയനീയ പരാജയമാണെന്ന വിലയിരുത്തൽ തന്നെയല്ലേ നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ചില ആരോപണങ്ങൾ അത് വസ്തുതയ്ക്ക് നിരക്കാത്തതല്ലാതാകുമ്പോൾ നമ്മളത് തുറന്നു കാട്ടുകയും ചെയ്യും. അതാണ് മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതല്ലാതെ ഒരുതരം വിരുദ്ധത ബാധിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിരുന്ന് ഇതേപോലെ സർക്കാരിനെ പള്ളി വിളിച്ചിട്ട് പോകുന്നൊരു പരിപാടി എന്തായാലും റിപ്പോർട്ടർ TV ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരിൽ ഒരു സമൻസ് വരുമ്പോൾ അത് 2 വർഷം മുമ്പ് വന്ന സമൻസ് ആണെന്നും ആ സമൻസിൻ്റെ യഥാർത്ഥ കാരണം റെഡ് ക്രിസൻറ്റുമായി ബന്ധപ്പെട്ട് പണം ലൈഫ് മിഷനിലേക്ക് കൈമാറിയിട്ടുണ്ടോ, അത് അന്നേ തീർപ്പായ വിഷയമാണ്, അതിലൊരു ചോദ്യവും തിരിച്ച് ചോദിക്കാനില്ല എന്നുള്ളത് കൂടി നമ്മൾ അന്നേ ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ആ വിഷയത്തിൽ ഒന്നും തുറന്നു പറയാനില്ലാത്തത് കൊണ്ടാണ് ഫോളോ അപ്പ് ഉണ്ടാവാത്തത്. ഈ സമയത്ത് ഇതെല്ലാം പൊങ്ങി വരുന്നതിന് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിലെ പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു നീരസം നിങ്ങൾക്കുണ്ടെന്നറിയാം. പക്ഷേ ആ നീരസം കൊണ്ടൊന്നും അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയൊന്നുമില്ല. നമ്മൾ വാർത്ത എവിടെയുണ്ടോ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് റിപ്പോർട്ടറിൻ്റെയും എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, ഈ ദൃശ്യം പുറത്തുവിട്ട മാധ്യമപ്രവർത്തകനെ, അതായത് പോലീസ് അടിക്കുന്ന ദൃശ്യം പുറത്തുവിട്ട മാധ്യമപ്രവർത്തകനെ കോൺഗ്രസിലെ ഗുണ്ടകൾ പെട്ട ചിലർ, അത് കോൺഗ്രസ് പ്രവർത്തകരാണോ എന്നുള്ളതൊക്കെ നാളെ ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അണികളാണ് എന്നുള്ള കാര്യം തീർച്ചയാണ്. അവർക്ക് ഏതെങ്കിലും ഭാരവാഹിത്വമുണ്ടോ എന്നുള്ള കാര്യമൊന്നും ഈ നിമിഷം വരെയും നമുക്ക് നിശ്ചയമല്ല. അവർ വന്ന് ആക്രമിക്കുന്നു. സ്വാഭാവികമായും ഇനി എന്ത് ചെയ്യും? ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള വസ്തുത കണ്ടെത്തുന്നതിന് കോൺഗ്രസ്സുകാരെ സഹായിക്കുന്ന രീതിയിൽ ദൃശ്യങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് അകലെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കും. നിർഭയമായ മാധ്യമപ്രവർത്തനം സാധ്യമല്ലെങ്കിൽ അതിനെ ഫാസിസം എന്നാണ് പറയുക. അത് നിലവിലിരിക്കുന്ന രാജ്യത്തിന് പേര് താലിബാൻ എന്നാണ്. അതല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്. പ്രതിപക്ഷത്തല്ലേ ആയിട്ടുള്ളൂ. ഭരണപക്ഷത്തെത്തുന്ന സമയത്ത് അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സർക്കാർ മെഷീനറി ഇല്ല, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് ഈ സൈബർ അണികളും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കൊട്ടേഷൻ സംഘങ്ങളുമാണുള്ളതെങ്കിൽ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി പോലീസിൻ്റെ സേനയുടെ നിയന്ത്രണം കൂടി കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും കേരളത്തിൽ ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ വിലമതിക്കാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നത്? കേന്ദ്രത്തിൽ നിങ്ങൾ മോദി സർക്കാരിനെതിരെ തിരിയുന്നുണ്ടല്ലോ, ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിന് പേരിൽ അപലപിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൊട്ടേഷൻ സംഘങ്ങൾ കയ്യിലുണ്ടെന്ന് കരുതി ആ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു തരിമ്പ് പോലും നമ്മൾ പിന്നോട്ടില്ല. ഇതിൽ ആർക്കൊക്കെ മർദ്ദനമേറ്റാലും വാർത്തയുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഭയപ്പെടുത്താനൊന്നും നമ്മൾ നോക്കണ്ട. AK അഭിലാഷിനും സാനിയോ മനോമിക്കും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റും എല്ലാം എഡിറ്റോറിയലിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. അവർ ആ കേസുമായി ബന്ധപ്പെട്ടത് മുന്നോട്ട് തന്നെ പോകും. അവർ ശിക്ഷിക്കപ്പെടുന്നതുവരെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ സൈബർ കൊലവിളി നടത്തിയാലോ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചാലോ നഷ്ടപ്പെട്ടു പോകുന്നതല്ല റിപ്പോർട്ടർമാരുടെ വാർത്താ ധൈര്യം എന്നുള്ളത്, റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിൻ്റെ അപകടം നിങ്ങൾക്ക് തന്നെയാണ്. ഏറ്റവും കൗതുകകരമായ കാര്യം, ഇത് നിയന്ത്രിക്കാൻ മുകൾ തട്ടിലുള്ളവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനെതിരെ എന്തെങ്കിലും സോഷ്യൽ ഒരു KSUവിൻ്റെ ഒരു നേതാവ് ഇന്നിപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് സ്വയം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ് എന്നാണ് ഒരു KSUവിൻ്റെ ഒരു ഭാരവാഹി പറഞ്ഞിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിലെ ചില ആളുകൾ അതല്ലാതെയും പറയുന്നുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ നാളെ പോസ്റ്റുമായിട്ട് വന്നേക്കാം. ഈ ആക്രമണത്തെ ആരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ തുറന്നു പറയാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ്, ഈ ആക്രമണങ്ങളെ എതിർക്കാൻ ഭയക്കുന്ന KPCC അധ്യക്ഷൻ KC വേണുഗോപാൽ, നിങ്ങളൊക്കെ നാളെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിരി വരുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇരട്ടത്താപ്പ് കാട്ടരുത് എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് പരിമിതികളുണ്ട്. നിങ്ങൾക്ക് ഈ സൈബർ കൂട്ടത്തെ തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളും, നിങ്ങളെ അവർ ആക്രമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ നിങ്ങൾ തള്ളിപ്പറയാതിരിക്കുന്നതെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു രോമത്തിൽ പോലും ഈ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തനത്തിൽ തൊടാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രം സവിനയം ഓർമ്മിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി പറയാം. ഈ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള CPMൻ്റെ നീക്കം അത് CPMനാണ് തിരിച്ചടിയാവാൻ പോകുന്നത്, ഷാഫി പറമ്പിലിനല്ല എന്നുമാണ്
എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാലക്കാട് നിന്നും അത്ര വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നും ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന വിലയിരുത്തലാണ്. ഞാൻ നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യമല്ല, പാലക്കാട് ജില്ലയിൽ ഷാഫി പറമ്പിൽ നടത്തിയ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞ തവണയും 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 LDFിനോടൊപ്പമാണ് നിന്നത്. ആകെ പാലക്കാട് ജില്ലയിൽ ഒരേ ഒരു നിയമസഭാ മണ്ഡലം മാത്രമേ കോൺഗ്രസിനോടൊപ്പം പോയുള്ളൂ, അത് പാലക്കാട് മണ്ഡലമാണ്. ബാക്കി 10 LDFും ഒരെണ്ണത്തിൽ മുസ്ലിം ലീഗുമാണ്, മണ്ണാർക്കാട്. അതുകൊണ്ട് അത്ര വലിയ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റമൊന്നും ഷാഫി പറമ്പിൽ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് വേണ്ടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തൻ്റെ മണ്ഡലം സേഫാക്കി നിർത്തിയ ഷാഫി പറമ്പിലിനെ ഇപ്പോൾ നിങ്ങൾ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് കേരളത്തിലെ ഒരു വലിയ താരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായിട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രത്യേകിച്ച് ഇന്ന് സംഭവിച്ച ഈ ആക്രമണത്തെ അപലപിക്കുകയാണ് ചെയ്യുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് ചോദ്യം. നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. കോൺഗ്രസിന് നമ്മൾ എന്നും പറയുന്നത് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ഇപ്പോൾ ഒരു ഗുണ്ടാസംഘമായിട്ട് കോൺഗ്രസ് മാറുക എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണെന്ന് കോൺഗ്രസിൻ്റെ ഗതികേട്. കോൺഗ്രസിൻ്റെ ശത്രു എന്നും കോൺഗ്രസ് തന്നെയാണ് കേട്ടോ, CPM BJP ഒന്നുമല്ല. യുവന്മാർ കാണിക്കുന്ന പൊട്ടത്തരത്തിന് ഒരു വ്യവസ്ഥയില്ല, ഒരു വെള്ളിയാഴ്ചയില്ല. എന്താണ് നടക്കുന്നത്? എന്താ ഇപ്പോൾ റിപ്പോർട്ടർ TV ചെയ്ത കുറ്റം? ഒരു MLA കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെറിയ പെമ്പിള്ളാരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോർഷൻ നടത്തി എന്ന് വാർത്ത ബ്രേക്ക് ചെയ്ത പ്രശ്നം. അവരുടെ നിലവിളിയും കരച്ചിലും വാർത്ത അവരുടെ വോയിസ് റെക്കോർഡും പുറത്തുവിട്ടതാണ് പ്രശ്നം. എന്താ പ്രശ്നം? റിപ്പോർട്ടർ TV ചെയ്ത് NM വിജയൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ മകൻ വിഷം കൊടുത്തു, അദ്ദേഹം കൂടെ ആത്മഹത്യ ചെയ്ത പ്രശ്നം, അത് വാർത്ത ചെയ്തതാണ് പ്രശ്നം. എന്നിട്ട് ഇതിനൊക്കെ ഈ കോൺഗ്രസ് നടപടിയെടുത്തല്ലോ. 1 കോടി കൊണ്ട് കൊടുത്തില്ല NM വിജയൻ്റെ വീട്ടിൽ. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയില്ലേ? പിന്നെ എന്താ ഇപ്പോൾ റിപ്പോർട്ടർ TV ചെയ്ത തെറ്റെന്താ? പിന്നെ ഇവർ റിപ്പോർട്ടർ TVനെ കാണുമ്പോഴത്തേക്ക് ഹാലിളകുകയാണ്. എന്താ ഹാലിളകാനുള്ള കാരണം? ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിൻ്റെ നിലപാടേ അല്ല. ഇതെന്താണെന്ന് അറിയാം, ഞാൻ പണ്ടേ പറയുന്നു, ഒരു റീൽ പാർട്ടി ഉണ്ട് ഈ കോൺഗ്രസിൻ്റെ അകത്ത്. ഈ റീൽ പാർട്ടീൻ്റെ കുറച്ചൊരു ഗുണ്ടാസംഘമുണ്ട്. അത് സൈബർ ഗുണ്ടായിസം നടത്തും, ഫീൽഡിലും ഗുണ്ടായിസം നടത്തും. അത് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണെന്ന് എനിക്കൊരു സംശയമില്ല. ഇവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടകരയിൽ ചെല്ലും റിപ്പോർട്ടർ TVയുടെ വാഹനം തല്ലിപ്പൊളിക്കും. വടകര ഇവരെ സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പാലക്കാട് ഷാഫി പറമ്പിലുള്ള സമയത്ത്, ഇലക്ഷൻ്റെ സമയത്ത് എന്നാൽ അവിടെ ചെന്ന് തല്ലിപ്പൊളിക്കും. വേറെ കേരളത്തിൽ എവിടെയും കാണുന്നില്ലല്ലോ എന്നേ. എന്താ സംഭവിക്കുന്നത്? എന്താ കേരളത്തിൽ മാധ്യമപ്രവർത്തനം നടത്തണ്ടേ? ഇവരെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിലെതിരെ ഇന്നലെ ആക്രമണം നടത്തി എന്ന് തീരുമാനിക്കാതെ അറിഞ്ഞ ഉടനെ റിപ്പോർട്ടർ TVയിലെ ചർച്ച 8 മണിക്ക് മീറ്റ് ദ എഡിറ്റേഴ്സ് കയറുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ പോസ്റ്റിൽ ഇവിടെ ഇരിക്കുമ്പോഴാണ് വാർത്ത വരുന്നത്. ആ സമയം തുടങ്ങിയിട്ട് റിപ്പോർട്ടർ TV ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ഷാഫി പറമ്പിലെ വാർത്ത മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കേരളത്തിലെ വേറെ ഒരു മാധ്യമം കൊടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 മണിയായപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഇതിന് ഉണർന്നു വന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? അവർ ആ ചർച്ച മാറ്റിവെക്കാൻ തയ്യാറായിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതിൽ വലിയ സംഭവമായിട്ട് അവർ കണ്ടിട്ടില്ല. റിപ്പോർട്ടർ TV 1 മണിക്കൂർ ചർച്ച ചെയ്തതാണ്. അതിന് ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചത് തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോൺഗ്രസ് എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ കുഴി ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ശൈലിയോടും പ്രവർത്തന ശൈലി, ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു നേതൃത്വം കോൺഗ്രസിനില്ലാന്നേ. ഇതാരോടാ ഇത് പറയേണ്ടത്? കോൺഗ്രസിൽ ഏത് നേതാവിനെ വിളിച്ചിട്ടാണ് ഇത് പറയേണ്ടത്? കോൺഗ്രസിൽ നേതാക്കന്മാരുണ്ടോ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണോ? എന്നിട്ടിപ്പം എന്താണ് പീഡന കേസിൽ സസ്പെൻഷനിൽ പോയ നേതാവ് വന്നിട്ട് ഈ വടക്കിക്കൂടെ കയറി വന്നിട്ട് പിന്നെ ഷാഫി പറമ്പിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടല്ലോ, ഷാഫി പറമ്പിലെ ന്യായീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ. ഞങ്ങളുടെ സ്വർണ്ണപ്പാണിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്. എന്താണ് ഈ പീഡന കേസിൽ ഈ പെൺകുട്ടിയുടെ വോയിസിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണോ? അതിന് മറുപടി പറഞ്ഞിട്ട് വേണ്ടേ ബാക്കി ഇങ്ങോട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്? ഒരു മര്യാദയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇപ്പം AK അഭിലാഷും സാനിയോ മനോമിയും ചെയ്ത തെറ്റെന്താ? ഇന്നലെ രാത്രി ഈ അടിയുണ്ടായ സമയത്ത് രാത്രി 11 മണി 12 മണി വരെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവർക്കെതിരെ ഈ കോൺഗ്രസ് CPMന് അനുകൂലമായിട്ടോ പോലീസിന് അനുകൂലമായിട്ടോ ഒരു വാക്ക് ഇവർക്ക് കാണിച്ചു തരാൻ കഴിയും? ഒരു വാക്ക് റിപ്പോർട്ടർ TV ചെയ്തത്? കോൺഗ്രസിന് എതിരെ ഉണ്ടായ അക്രമത്തെ എണ്ണമിട്ട് പറയുകയാണ് ചെയ്തത്. മര്യാദകേടിനൊരു കയ്യും കണക്കില്ലേ? എന്നിട്ട് എന്താണ് ഒരു സംഘം ഇവരെ സംരക്ഷിക്കുമെന്ന് വരുത്തി തീർക്കുക, സംരക്ഷിക്കാൻ വലയം തീർത്തു എന്ന് പറയുകയാണ്. എന്നിട്ട് അതേ സംഘത്തിൻ്റെ ഉള്ളിൽ അവന്മാർ കൈമടക്കിയിട്ട് നെഞ്ചത്തിന് കുത്തുന്ന ശൈലി ഏത് കോൺഗ്രസ് ചെയ്ത്? ഏത് ശൈലിയിലാണ് നിങ്ങളിത് പഠിച്ചത്? എങ്ങനെയാണ് പ്രവർത്തിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത്? ഇങ്ങനെയാണോ നിങ്ങളുടെ നേതാക്കന്മാർ പഠിപ്പിച്ചത്? ഇതാണോ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും? ഇത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിലെ MP ആയാലല്ലേ? ഇപ്പോഴും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ MP അല്ലേ? ഇവരല്ലേ മാധ്യമ സാമർത്ഥ്യത്തോട് അഫ്ഗാനിസ്ഥാനിലെ മാധ്യമപ്രവർത്തനം പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ? നിങ്ങൾ ആദ്യം വന്നിട്ട് വടകരയിലെ മാധ്യമപ്രവർത്തനം പഠിപ്പിക്കുന്നത് ഫസ്റ്റ്, എന്നിട്ട് നിങ്ങൾ പോയിട്ട് അഫ്ഗാനിസ്ഥാനിലെയും ഇറാനിലെയൊക്കെ കാര്യങ്ങൾ പറ. മര്യാദക്കേട് ചെയ്യുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ച് പറയണം. KC വേണുപോലെ AICCയുടെ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? ശൈലി അങ്ങനെയാണോ?
അല്ലെങ്കിൽ ആ അർത്ഥം അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ വാർത്ത ചെയ്തില്ലേ, അപ്പോഴും പ്രവർത്തിക്കാൻ ഞാൻ അവിടെ നോക്കുമ്പോൾ എന്താ അറിയോ, ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ റിപ്പോർട്ടർ TV യൂട്യൂബിൽ ഓൺ ചെയ്ത് കണ്ടുകൊണ്ട് ഈ KC വേണുഗോപാലിൻ്റെ ചർച്ച ഏത് പ്രസംഗം കേട്ടോണ്ടിരിക്കുക. അപ്പം പറയണ്ടേ ഇങ്ങനെ ചെയ്യരുത്, നമ്മുടെ പ്രവർത്തകർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിളിച്ച് പറയണ്ടേ? അവിടെ മൈക്കുണ്ടായിരുന്നല്ലോ. പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഞാൻ പറഞ്ഞത്, സ്റ്റേജിലിരുന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് പുറത്ത് അക്രമം നടക്കുന്നത് കണ്ടുകൊണ്ട് ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ മനോവീര്യം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ജിമ്മി സാർ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രശ്നമുള്ള സമയത്ത് അതാ കോടിയേരി ബാലകൃഷ്ണൻ വരും, ഗോവിന്ദ മാഷ് വരും, അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലീസിനെടുത്ത് ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ അവരോട് തട്ടിക്കയറുക. അവിടെ പ്രശ്നം തുടങ്ങുക ചെയ്യുന്നത്. അവിടെ പ്രശ്നം ഇത് വരുന്നതോടുകൂടി പ്രശ്നം തുടങ്ങുകയാണ്. എന്നാൽ അടി ഉണ്ടാക്കുമ്പോൾ എന്താണ് അടി? പോലീസിന്റെ അടി കിട്ടാത്ത കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും നേതാവുണ്ടോ? ഞാനിപ്പോൾ പറയല്ലോ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവിന്റെ കഴുത്ത് തല്ലിപ്പൊടിച്ച് ആലപ്പുഴ ഇട്ടായിരുന്നല്ലോ, ഇട്ടില്ലേ? അത് കോൺഗ്രസിന്റെ ആക്രമണമായിരുന്നില്ലേ? കോൺഗ്രസിന്റെ അക്കന്മാരില്ലേ? എത്രയോ നേതാക്കന്മാർ ഞാൻ പിന്നെ എന്താണ് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തല്ലേ ആകാശത്തേക്ക് വെടിവെച്ചത്? പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചല്ലോ. പോലീസ് അത് നേരെയാണ് വെടിവെച്ചത്. അന്ന് DYFI പറഞ്ഞത് നേരെയാണ് വെടിവെച്ചത് അന്ന് പറഞ്ഞത്. അത് അന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാ. കോൺഗ്രസിൻ്റെ പാർട്ടി എന്നുള്ളതല്ല, എല്ലാ കാലത്തും പോലീസ് അങ്ങനെയാണ്. പോലീസിനെ ആരും നിയന്ത്രിക്കാൻ നിൽക്കില്ല. അന്നേരം ചോദിച്ചു പറയും, അയ്യോ പോലീസിൻ്റെ മനോവീര്യം തകർക്കും. അത് ഉമ്മൻചാണ്ടി സർക്കാരിനാണ്, AK ആന്റണി സർക്കാരിനാണെങ്കിലും പിണറായി വിജയൻ സർക്കാരിൻ്റെ ആണെങ്കിലും ഏത് പാർട്ടീൻ്റെ നേതാവ് പോലീസിനെ ഭരിക്കുന്നുണ്ടെങ്കിലോ അവരന്നേരം പറയുന്നത്, ഒരു പോലീസ് നേതാക്കന്മാരെയും വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന് പറയില്ല, ഒരു പോലീസ് ചീഫുകാരെയും വിളിച്ച് പറയില്ല. കാരണം എന്താ? അത് പോലീസിൻ്റെ മനോവീര്യം കടത്തും എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തറിയോ, അവിടെ നിന്ന് ഈ ഉന്തും തള്ളും കൊള്ളുന്ന മനുഷ്യന്മാരുടെ പേരും എന്താണ്? പോലീസാണെങ്കിലും മനുഷ്യന്മാരാണ് അവർ ഈ അടി കൊള്ളുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് CPM-നോട് തീർക്കണമെങ്കിൽ CPM-ഓടല്ല തീർക്കേണ്ടത്, നിങ്ങൾക്ക് കോൺഗ്രസിനോട് തീർക്കണമെങ്കിൽ കോൺഗ്രസിനോടല്ല തീർക്കേണ്ടത്. ഈ പോലീസുകാർ ചെയ്ത തെറ്റെന്താ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോലീസുകാരനെ ആക്രമിച്ചിട്ട് നിങ്ങൾ പോകുന്നു? കാരണം ഇന്നലെ അവിടെ ഒരു DYSPക്ക് 9 SP-മാർക്കും പരിക്കേറ്റെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട പോലീസുകാർക്ക് കിട്ടിയ അടിക്ക് ആരെങ്കിലും ഉത്തരവാദിത്തം പറയുന്നുണ്ടോ? ഒരാളും പറയുന്നില്ലല്ലോ. അടിച്ച പോലീസുകാർക്കെതിരെ നടപടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഈ പോലീസുകാരാണ് ഞങ്ങളെ തല്ലിയത്, ഈ SP ആണ് ഞാൻ നേതൃത്വം നൽകിയത് നമ്മൾ പറയുന്നില്ലേ? ഇതുപോലെ പാവപ്പെട്ട പോലീസുകാരുണ്ടാവില്ല അതിൻ്റെ അകത്ത്. അവർക്ക് ഈ ഒന്നും തൊള്ളും കൊള്ളുന്നുണ്ടല്ലോ. വല്ല കാര്യമുള്ള കാര്യത്തിലാണോ? എന്ത് കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്? വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നത്തിന്, വിദ്യാർത്ഥി ഇലക്ഷനുമായി ബന്ധപ്പെട്ടത് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സമരത്തിൽ ഇറങ്ങുന്നത് എന്തിനാ? ഇവിടെ ഈ KSU ഇല്ലേ, ഇവിടെ SFI ഇല്ലേ, ഇവിടെ MSF ഇല്ലേ, ഇവരൊക്കെയല്ലേ ഇറങ്ങുന്നത്? അവരവിടെ നടത്തിക്കൊള്ളുന്നത്. അതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ CPM കോൺഗ്രസ് പറഞ്ഞ സംഘർഷത്തിന് ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി പറയും, എന്തിനാ ഈ ചെറിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്തിനാ? അപ്പോൾ ഇതിനിറങ്ങി നിന്ന് ഊർച്ച വിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ, 40-50 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് ഇലക്ഷനാണ്. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കോ, സമര പരമ്പരകളായിരിക്കും. കഴിഞ്ഞ 4 വർഷമായിട്ട് കാണാത്ത സമര പരമ്പരയാണ് ഇന്നലെ രാത്രി ഒറ്റ ദിവസം കൊണ്ട് കണ്ടേ. എങ്ങനെയാണ് ഈ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ റെഡിയാക്കി വെക്കുന്നത്? അവിടെ കോൺഗ്രസ് പോലത്തെ പാർട്ടിയാണ്, കോൺഗ്രസ് പോലത്തെ പാർട്ടി അടിയുണ്ടാക്കി അരമണിക്കൂർ ക്ലിഫ് ഹൗസ് മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച് അരമണിക്കൂറുള്ളിൽ. എങ്ങനെയാണ് ഇത്ര ആൾക്കൂടെ അവിടെ റെഡിയാക്കി വെക്കുന്നത്? ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് പോവുകയാണ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ആകെ 50-60 ദിവസമേ ഉള്ളൂ കേരളത്തിൽ. ഇനി സമര പരമ്പരകളായിരിക്കും. അപ്പോൾ എല്ലാം എടുത്തു വെച്ച് മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള 2023 സമൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴത്തേക്ക്? ഇലക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇലക്ഷൻ്റെ സമയത്തല്ല വരുന്നത് കറക്റ്റായിട്ട്. അതാ ഇലക്ഷൻ്റെ സമയത്ത് വരുന്നു, എല്ലാ പത്രങ്ങളും ഹെഡ്ലൈൻ അടിച്ചു കൊടുക്കുകയാണ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ചർച്ച ചെയ്യേണ്ട കാലത്ത് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ടാ? ഇവർക്ക് ചാരന്മാരില്ലാത്തതുകൊണ്ടാ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചാരൻ ഉണ്ടായിരുന്നോണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഈ സാധനം കിട്ടിയിട്ടുണ്ടാവുക. ഇത് നേരത്തെ കിട്ടിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഓരോ സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയത്തിലാണ് ഇവരുടെ ആവശ്യമെങ്കിൽ സ്വർണ്ണപ്പാളി വിഷയത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സമരം നടത്തി അടിയുണ്ടായി. ഇത് കണ്ടോ നമ്മൾ? ഇതല്ല, ഇത് ഏറ്റവും സെൻസിറ്റീവായ ഏരിയയിൽ പോയി തൊടുകയാണ്. എന്താണ് പേരാമ്പ്രയുടെ പ്രത്യേകത? എന്താ? അവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, അവിടെ കോൺഗ്രസ് ഉണ്ട്, അവിടെ CPM ഉണ്ട്. ശക്തമായ 2 പാർട്ടികൾ. കോൺഗ്രസ് അവിടെയാണ് പോയി തൊടുന്നത് അല്ലേ? അവിടെ തൊട്ടാൽ എന്താ പ്രശ്നം? അവിടെ അടിയാവും, അവിടെ പ്രശ്നമാവും. അവിടെ എന്താണ്? അവിടെ കോൺഗ്രസിൻ്റെ എന്തൊരു നല്ല സ്ട്രോങ് ആയ പക്ഷമുണ്ട്, അല്ലെങ്കിൽ ലീഗും കോൺഗ്രസും കൂടെ UDF-ൻ്റെ സ്ട്രോങ് ആയ പക്ഷമുണ്ട്, അവിടെ CPM-ൻ്റെയും സ്ട്രോങ് ആയ പക്ഷമുണ്ട്. അവിടെ പോയി തൊടുകയാണ്. അതാണ് പറയുന്നത്, ഏറ്റവും സെൻസിറ്റീവായ സ്ഥലത്ത് പോയി തൊടുകയാണ്. അതിനെന്താ? അതിനകത്ത് നേതൃത്വം വഹിക്കാൻ പറ്റിയ ഒരു MP ഇറങ്ങിയിരിക്കുന്നുണ്ട്, ആ രീതിയിൽ ഇടപെടാൻ പറ്റിയ MP. കാരണം അത് അദ്ദേഹത്തിന് സെക്കൻഡ് കൊണ്ട് റീൽസ് വരും. അത് സെക്കൻഡായിട്ട് കാര്യം പറയും. ഞാൻ കോൺഗ്രസിനെ ഇതിനെ അപലപിക്കുകയാണ്, പൂർണ്ണമായിട്ട് അപലപിക്കുക. എന്തുകൊണ്ടെന്നറിയും? ഞാൻ ഇതിനെ ന്യായീകരിച്ചേനെ. കോൺഗ്രസിന് ഷാഫി പറമ്പിൽ അടി കിട്ടിയ കാര്യം ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞേനെ. പക്ഷേ എന്താ അറിയോ, ഇന്ന് റിപ്പോർട്ടർ TVയുടെ മാധ്യമപ്രവർത്തകർ അടി കിട്ടാൻ പറ്റും. 2 കൂടെ കൊടുക്കാനാണ് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ പറയുന്നത്. അങ്ങനെ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് 2 കിട്ടിക്കോട്ടെ എന്ന് നമുക്കൊരു പ്രശ്നമില്ലാന്നേ.
എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. ഇതെന്താ ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ? അത് നിങ്ങൾക്ക് മാത്രം കിട്ടാൻ പാടില്ല, ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് പറയാൻ ശൈലി പാടില്ലല്ലോ. അപ്പോൾ ഒരു മര്യാദയില്ലാതെ പ്രവർത്തിക്കുക. മാധ്യമപ്രവർത്തനം എന്താണെന്ന് പോലും അറിയാതെയാണ് പഠിപ്പിക്കാൻ വരുന്നത്. എന്താണെന്ന് പോലും പറയും. പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ ഫോണിൽ വിളിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ന്യായീകരണം നടത്തുകയാണ്. നമ്മൾ വിഷ്വലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഈ പറഞ്ഞ AK അഭിലാഷ് കൈ മടക്കി ഇടിച്ചിട്ട് തള്ളിക്കൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറയും. അങ്ങനെ നടന്നിട്ടേ ഇല്ല. അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഇന്നലെ CPM പറഞ്ഞത് തന്നെയാണ്, ഷാഫി പറമ്പിൽ അടിച്ചിട്ടേ ഇല്ല എന്ന്. അങ്ങനെയല്ലേ? അത് പറ്റില്ല. ഷാഫി പറമ്പിലിനെ അടിച്ചു, അത് നിങ്ങൾ പറയുന്ന നുണയാണ്. പക്ഷെ എന്താ, റിപ്പോർട്ടർ ടിവിന്റെ മാധ്യമപ്രവർത്തകർ കൈമടക്കിന് കുത്തുന്ന സമയത്ത് അത് നടന്നിട്ടില്ല എന്ന് കണ്ടോണ്ട് പറയുകയാണ്. ഇതെവിടുത്തെ ന്യായ? അപ്പം മര്യാദകളോട് പ്രവർത്തിക്കാനായ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിന് ഒരു നേതാവിനെ കണ്ടെത്ത് ഫസ്റ്റ്. നിങ്ങൾ യൂത്ത് കോൺഗ്രസിന് ഒരു പ്രസിഡന്റിനെ കണ്ടെത്തി ഫസ്റ്റ്. പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു DCC പ്രസിഡന്റിനെയും അതിനനുസരിച്ചുള്ള കുറച്ച് പ്രവർത്തകരെയും KPCC പ്രസിഡന്റ്മാരെയും പ്രവർത്തിക്കുക. ഇതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ലല്ലോന്നേ. നമുക്കൊരു മാധ്യമപ്രവർത്തന പ്രശ്നം ഉണ്ടായാൽ, ഒരു മാധ്യമ സ്ഥാപനത്തിന് പ്രശ്നം ഉണ്ടായാൽ കോൺഗ്രസിനെ ആരെയാ വിളിക്കേണ്ടതെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പറയൂ. കേരളത്തിൽ എത്ര നേതാക്കന്മാരെ വിളിക്കണം? ആരോടാണ് ചർച്ച ചെയ്യേണ്ടത്? ഒരു മാധ്യമപ്രവർത്തകരെ തല്ലിയാൽ, ഒരു മാധ്യമപ്രവർത്തകരെ മോശമായി പെരുമാറിയാൽ കോൺഗ്രസിൻ്റെ ആരോട് പറയണം? കേരളത്തിലുള്ള 20 MPമാരോട് പറയണോ? 144 MLAമാരോട് പറയണോ? KPCCൻ്റെ 1075 വരുന്ന KPCC നേതാക്കന്മാരോടും പ്രസിഡന്റിനോടും പറയണോ? ആരോടാ പറയേണ്ടത്? ഒരാളോട് പറഞ്ഞാൽ മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല, മറ്റേയാളോട് പറഞ്ഞാൽ ഇയാൾക്ക് ഇഷ്ടപ്പെടില്ല. ഇവർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു വിഭാഗം, KC വേണുഗോപാലിൻ്റെ ഒരു വിഭാഗം, VD സതീശിൻ്റെ ഒരു വിഭാഗം, KPCC പ്രസിഡന്റ് ഒരു വിഭാഗം, പിന്നെ യൂത്ത് കോൺഗ്രസിൽ തന്നെ ഇവരുടെയൊക്കെ ഘടകകക്ഷികൾ വേറെ. അപ്പോൾ ഇവരോട് ആരോടൊക്കെയാണ് പറയുക? അപ്പോൾ ഇതങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ റിപ്പോർട്ടർ TV-യായിട്ടുള്ള പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ആരോടാ ചർച്ച ചെയ്യേണ്ടതെന്ന് പറ. ഒരു ദിവസം ഒരു നേതാവ് പറയുന്നില്ലല്ലോ മറ്റേ ദിവസം പറയുന്നത്. അപ്പം അടിച്ച് ഒതുക്കാം എന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എത്ര അടിച്ചൊതുക്കിയാലും ഈ സ്ഥാപനത്തിന് എല്ലുള്ളിടത്തോളം കാലം, ഇതിന് സംസാരിക്കാൻ ഓണയറിലേക്ക് പോകുന്നിടത്തോളം കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കെതിരെ ആയാലും ഭരണപക്ഷത്തിനെതിരെയായാലും. ഞങ്ങൾക്ക് CPM-ന്റെ അടിമപ്പണിയൊന്നും ഞങ്ങളിവിടെ ചെയ്യുന്നില്ല. ഞങ്ങളെന്താണ് ചെയ്യുന്നത്? CPM-ന്റെ വാർത്ത വരുമ്പോൾ CPM-ന്റെ വാർത്ത കൊടുക്കും, കോൺഗ്രസിൻ്റെ വാർത്ത വരുമ്പോൾ കോൺഗ്രസിൻ്റെ വാർത്ത തന്നെ കൊടുത്തു തന്നെ മുന്നോട്ട് പോകും. അതിന് ഞങ്ങൾക്ക് കേരളത്തിലെ ഒരു MLA ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് മൂടി വെക്കാൻ മനസ്സാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല എന്ന്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെ നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി വാർത്ത ചെയ്യുന്ന മാധ്യമ സ്ഥാപനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ റിപ്പോർട്ടർ TV-ന് അത് കിട്ടില്ല. ഒരു ദിവസമേ മാധ്യമ സ്ഥാപനം നടത്താൻ പറ്റുള്ളൂ. വൃത്തിയോടും ശക്തിയോടും ജനാധിപത്യ മൂല്യങ്ങൾ മുൻനിർത്തി മാധ്യമപ്രവർത്തനം നടത്തും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനേക്കാൾ ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. ഇതുപോലെയുള്ള അപലപിക്കുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഇനിയെങ്കിലും നിർത്തുക. ഇത് നിങ്ങളുടെ കുഴി തോണ്ടുന്ന നിങ്ങളുടെ പരിപാടിയായി മാറും എന്നുള്ളത് മാത്രം എനിക്കിതിൽ പറയാം. ഇതിനിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റീ എൻട്രിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലൂടെ അതിനെല്ലാം ഓപ്പറേഷൻ നടത്തുന്നത് ഷാഫി പറമ്പിലാണ്. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം സെക്കൻഡിനോട് കോഴിക്കോടെത്തി ബൈറ്റ് കൊടുക്കല്ലേ? രാഹുൽ മാങ്കൂട്ടം ഷാഫിയുടെ സൈഡിൽ നിന്ന് ഫോട്ടോ പുറത്തേക്ക് വരല്ലേ? സെക്കൻഡ് കൊണ്ട് വരികയാണ്. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ ആർക്കാ ആവശ്യം? രാഹുൽ മാങ്കൂട്ടം റീ എൻട്രിക്ക് ഷാഫി പറമ്പിൽ മാത്രമാണ്. എല്ലാ കാലത്തും ഷാഫിക്ക് മാത്രമായിരുന്നു ആവശ്യം. ഞാനിപ്പോ ഒരു കാര്യം നോക്കുമായിരുന്നു. നമ്മൾ എന്തൊക്കെ ഈ കോൺഗ്രസിനെതിരെ ചെയ്തു നോക്കിയ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണെന്നറിയോ? ഈ AICCക്ക് ഒരു കത്ത് കൊടുത്തു പാലക്കാട് ഇലക്ഷന്റെ സമയത്ത്. ആര്? അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും DCC പ്രസിഡന്റും MPയും എല്ലാം കൂടി ഒരു പത്തി കൊടുത്തു. എന്താ അറിയോ? അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞിട്ട് ആ വാർത്ത അന്ന് കേട്ടിരുന്നെങ്കിൽ അന്ന് ഷാഫി പറമ്പിലിന്റെ ഒറ്റ നിർബന്ധത്തിനാണ് എന്റെ പിൻഗാമിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് റീ എൻട്രി ഈ പഞ്ചായത്ത് ഇലക്ഷന് മുൻപ് നിർബന്ധമാണ്. അല്ലെങ്കിൽ പാലക്കാട് പോയിട്ട് അവിടെ MLA ഇല്ലാത്ത ആൾ മത്സരിക്കേണ്ടി വരും. അല്ലെ? മനസ്സിലായില്ലേ? 10-17 പഞ്ചായത്തുണ്ട് അവിടെ. ആ പഞ്ചായത്തുകൾ മുഴുവൻ നമുക്ക് തിരിച്ചിട്ടുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി. അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം എൻട്രി നിർബന്ധമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് രാഹുൽ മാങ്കൂട്ടം. അവിടെ ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനും ഈ പറഞ്ഞ ഷാഫി പറമ്പിലും ഈ റീൽ സംഘം ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ടല്ലോ. കേരളത്തിൽ ചിലപ്പോൾ ആ പഞ്ചായത്തിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ, ആ മണ്ഡലത്തിൽ ചിലപ്പോൾ ഒരു 10 സീറ്റ് കിട്ടുമായിരിക്കും. പക്ഷെ ബാക്കിയുള്ള കേരളത്തിലെ മുഴുവൻ ഉണ്ടല്ലോ പെട്ടി അടച്ചിരിക്കേണ്ടി വരും. കോൺഗ്രസ് നേതൃത്വത്തിന് അണികൾ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടോ എന്നാണ് ചോദ്യം. എന്താ സംശയം? 4 പേർക്കും ഒരേ അഭിപ്രായം. യെസ്.